ഫിഷുളോട് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. ലവംഗവും 500 ശേക്കൽ വഴണത്തുലിയും 1 ഹീൻ എലിവെണ്ണയും എടുത്ത് തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 24-25 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശുദ്ധ തൈലം ഉണ്ടാക്കുവാൻ പറയപ്പെടുന്ന വിശേഷ സുഗന്ധദ്രവ്യങ്ങളിൽ ഒന്നാണ് വഴനത്തൊലി എന്ന് പറയുന്നത്. വാണിജ്യ പ്രാധാന്യമുള്ള ഒരു സുഗന്ധദ്രവ്യമാണ് വഴനത്തൊലി. സിനമോമം കാസിയ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ വൃക്ഷത്തെയാണ് വഴന എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ഉയരത്തിൽ വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ തൊലി ചെത്തിയെടുത്ത് ഉണക്കിയാണ് ഈ സുഗന്ധദ്രവ്യം ഉണ്ടാക്കുന്നത്. ഖിത്തോ എന്ന പദമാണ് ഇബ്രായ ഭാഷയിൽ ഈ വൃക്ഷത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് വിശുദ്ധ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന വഴനത്തൊലി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.